ഇന്റർഫറൻസ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ലൈറ്റിന്റെ വേവ് ലെങ്ത് ലാംഡ ഡിറ്റർമിൻ ചെയ്യാനായാലും അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന രണ്ട് വേവ് ലെങ്തുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം ഡി ലൈൻസിന്റെ വാല്യൂസ് അറിയാം. ഓക്കെ, സോഡിയം ഡി ലൈൻസ് രണ്ട് ലൈൻസ് ഉണ്ടാവും, D1 ലൈൻസും ഉണ്ട്, D2 ലൈൻസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ലൈൻസ് എന്താണ് അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സെപ്പറേഷൻ, ഇവർക്ക് എത്ര ഒരു ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് എന്ന് പറയുന്നത് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്നത്. അതായത് സോഡിയം ഡി ലൈൻസ് ഇപ്പോൾ ഒരു ലൈൻ വന്നിട്ട് 588.9 നാനോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് അതിന്റെ വേവ് ലെങ്ത്. തൊട്ടടുത്ത ലൈനിന്റെ വേവ് ലെങ്ത് 589.59 ആണ്. അപ്പൊ ഇത് തൊട്ടടുത്ത രണ്ട് ലൈൻസ് ആണ്. അപ്പൊ ഇവർ തമ്മിൽ വേർതിരിച്ചറിയാനും അല്ലെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എത്രയാണ് അറിയാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുവേണ്ടി നമുക്ക് പലതായിട്ട് എസ്ഐ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിലെ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് അറേഞ്ച്മെന്റ്സ് ആണ് വരുന്നത്. നമുക്കവിടെ വരുന്നതിൽ രണ്ട് ഗ്ലാസ് പ്ലേറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോറി, രണ്ട് മിറേഴ്സ് വരുന്നുണ്ട്. മെയിൻലി വരുന്ന രണ്ട് മിറേഴ്സ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്ന M1 എന്ന് പറയുന്ന ഒരു മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് 90 ഡിഗ്രി ആയിട്ട് ഇവിടെ ഒരു M2 എന്ന് പറയുന്ന ഒരു മിറർ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, M1 M2. പിന്നെ ഇവിടെ വരുന്ന ഒരു ലെൻസ് അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. നമ്മളിവിടെ സോഴ്സ് വെച്ച് കൊടുക്കും. ഓക്കെ, ഒരു എസ് സോഴ്സ് വെച്ച് കൊടുക്കും. പിന്നീട് വരുന്ന ഇവിടെ നമുക്കൊരു ഇതിന്റെ റീഡിങ്സ് ഒക്കെ എടുക്കാൻ നമ്മൾ ടെലസ്കോപ്പ് കൂടി എന്ത് ചെയ്തു ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി സെന്ററിലാണ് നമ്മൾ ബീം സ്പ്ലിറ്റർ എന്നൊരു ഇൻസ്ട്രുമെന്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബീം സ്പ്ലിറ്റർ എന്ന് പറയുന്നത് ഒരു പാർഷ്യലി ട്രാൻസ്മിറ്റിംഗ് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് എന്ത് ചെയ്യുന്നത് ഓൾറെഡി പ്ലേസ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഇതാണ് ഒരു ബീം സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. 45 ഡിഗ്രിയിൽ എന്ത് ചെയ്യും പ്ലേസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡ് എന്തായിരിക്കും, ഹാഫിലി സിൽവേർഡ് ആയിരിക്കും, അതായത് സെമി സിൽവേർഡ് ആയിരിക്കും. അപ്പൊ കുറച്ച് റിഫ്ലക്ട് ചെയ്യും, ബാക്കി എന്ത് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് എക്സ്പ്ലെയിൻ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് അഡീഷണൽ ആയിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഒരു ഗ്ലാസ് പ്ലേറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യും ഇവിടെ വെച്ച് കൊടുക്കും. അപ്പൊ അതും ഈ ഒരു ബീം സ്പ്ലിറ്ററും സെയിം മെറ്റീരിയൽ ഉണ്ടായിരിക്കും എന്ത് ചെയ്യും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ മെയിൻലി നമുക്ക് എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എസ് എന്ന സോഴ്സ് ഉണ്ട്, M1 M2 രണ്ട് മിറേഴ്സ് ഉണ്ട്, ദെൻ എ എന്ന് പറയുന്ന ബീം സ്പ്ലിറ്റർ ഉണ്ട്, സി എന്ന് പറയുന്ന കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് ഉണ്ട്, ദെൻ ഇവിടെ ടി എന്ന് പറയുന്ന ടെലസ്കോപ്പ് ഉണ്ട്. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററിലെ മെയിൻ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നേരെ ഒരു ലൈറ്റ് റേസ് ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് ലൈറ്റ് റേസിന് കളർ മാറ്റി കൊടുക്കാം. ഒരു ലൈറ്റ് റേസ് നമ്മൾ സാധാരണ മിക്കപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ലേസർ ബീം ആയിരിക്കും എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് റേസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും, ഇവിടെ വന്ന് തട്ടും, റിഫ്രാക്ഷൻ സംബന്ധിച്ച് ഇതിനകത്ത് ഇറങ്ങും. ഇവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ഇത് നേരെ റിഫ്ലക്ട് ചെയ്ത് പോകും. കണ്ടിങ്ങനെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ റിഫ്ലക്ട് ചെയ്തതിന് ശേഷം ഈ M1 തട്ടിയതിനു ശേഷം എന്ത് ചെയ്യും, നേരെ ഇത് വീണ്ടും എന്ത് ചെയ്യും തിരിച്ചു വരും. ഓക്കെ, M1 തട്ടിയതിനു ശേഷം ഇത് വീണ്ടും എന്ത് ചെയ്യും റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. M1 പ്യുവർലി ഒരു മിറർ ആണ്. ഓക്കെ, M1 എന്ന് വെച്ചാൽ മിറർ ആണ്, തിരിച്ചു വരും. ഇതേ സമയം തന്നെ ഇവിടെ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് നേരെ M2 ലോട്ട് പോകുന്നുണ്ട്. അതും M2 തട്ടിയതിനു ശേഷം എന്ത് ചെയ്യും നേരെ തിരിച്ചു ഇവിടെ വന്നതിന് ശേഷം റിഫ്ലക്ട് എന്ത് ചെയ്യും അത് നേരെ താഴോട്ട് വരും. അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് ഈ ഒരു സി എന്ന പ്ലേറ്റ് വെച്ചെന്ന് പറഞ്ഞുതരാം. കാരണം ഇതിലിപ്പോ ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണ് ഇന്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ M2 എന്ന് പറഞ്ഞൊരു മിറർ വെച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ ഒരു വിർച്വൽ ഇമേജ് എന്ത് ചെയ്യും ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വരയ്ക്കുന്ന ശരിക്കും M2 എന്ന മിറർ ഇവിടെ വരും എന്നല്ല, അതിന്റെ ഒരു വിർച്വൽ ഇമേജ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഫോം ചെയ്യുന്ന വിർച്വൽ ഇമേജ് ഇവിടെ M1 എന്നൊരു മിറർ ഉണ്ട് ഓൾറെഡി, അടുത്ത് M2 ഡാഷ് എന്ന് പറയുന്ന ഒരു വിർച്വൽ മിറർ എന്ത് ചെയ്യുന്നു അവിടെ ഫോം ചെയ്യുന്നു. ഇതിന്റെ ഒരു ഇമേജ് എന്ത് ചെയ്യും ഇവിടെ കാണും. ഓക്കെ, നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വിർച്വൽ ഇമേജ് നിങ്ങൾ പഠിക്കില്ല, അതുപോലെ എന്ത് ചെയ്യും M2 എന്ന് പറയുന്ന ഒരു മിററിന്റെ വിർച്വൽ ഇമേജ് M1 ഫ്രണ്ടിലായിട്ട് എന്ത് ചെയ്യും ഫോം ചെയ്യും. അപ്പൊ ഇവര് രണ്ട് സോഴ്സ് ആയി ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് S1 എന്ന് പറയുന്ന ഒരു സോഴ്സും S2 എന്ന സോഴ്സ് എന്ത് ചെയ്യും ഇവിടെ ഫോം ചെയ്യും. അപ്പൊ ഇവർ രണ്ട് സോഴ്സ് ഫോം ചെയ്യും ഓൾറെഡി എന്ത് ചെയ്യും അവർ ഇന്റർഫറൻസ് കണ്ടീഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററിൽ ഇന്റർഫറൻസ് കണ്ടീഷൻ അവിടെ അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ഇനി എന്തിനാണ് ഈ രണ്ട് ഒരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് ഒരു സിയുടെ ആവശ്യം എന്ന് പറഞ്ഞുതരാം. ഇവിടെ സി വെക്കേണ്ട മെയിൻ റീസൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ S1 നിന്നാണ് നമുക്ക് S1 എന്ന് സോറി ഇതിനെ നമുക്ക് മെയിൻലി S0 എന്ന് കൊടുത്താൽ മതി കേട്ടോ. S0 S1 എന്ന് കൊടുക്കണ്ട, S എന്നോ S0 എന്ന് കൊടുക്കാം, കാരണം നമ്മൾ S1 S2 ഇവിടെ എടുക്കുന്നുണ്ടല്ലോ, S0 എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് റേസ് നേരെ വരുന്നുണ്ട്. അപ്പൊ ആദ്യം ലൈറ്റ് റേസ് ഇവിടെ തട്ടി ഇവിടെ ഇറങ്ങി വീണ്ടും എന്ത് ചെയ്തു ഒരു പ്രാവശ്യം ഈ ഒരു ഗ്ലാസ്സിൽ കയറിയ ശേഷം പുറത്തു പോയി, അടുത്ത് വീണ്ടും തട്ടി എന്ത് ചെയ്തു തിരിച്ചു കയറി വന്നു. അപ്പൊ ഈ ഗ്ലാസ്സിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു M1 എന്ന മിററിൽ നിന്ന് രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ലൈറ്റ് റേസ് ഇതിനകത്ത് കയറി ഇറങ്ങുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ. അപ്പൊ അവിടെ അതിനനുസരിച്ച് ഫേസ് ഡിഫറൻസ് ഇവിടെ വരും. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് M2 മിററിൽ തട്ടുന്ന ഗ്ലാസ് ഒരു ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നില്ല, രണ്ട് പ്രാവശ്യം ഇവിടെ പോകുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പാത്ത് ഡിഫറൻസ്, അഡീഷണൽ പാത്ത് ഡിഫറൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും നമ്മൾ അവിടെ ഒരു സി എന്ന പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ,
അപ്പോൾ that is the beam reflect from the back side of A crosses the plate A twice when going towards the mirror M1. അപ്പോൾ M1 എന്ന മിററിൽ പോകുന്ന സമയത്ത് അത് 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് പാത്ത് ഫോളോ ചെയ്ത് പാത്തിൽ കൂടി കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, അവിടെ ഒരു C എന്ന് പറയുന്ന ആ ഒരു കോമ്പൻസേറ്റിംഗ് പ്ലേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ്, ഓക്കെ, ഒരു 2 mu മൈനസ് ടി 2 mu t 2 into mu minus 1 into t ഇങ്ങനെ ഒരു പാത്ത് ഡിഫറൻസ് എന്ത് ചെയ്യും, അവിടെ ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു പാത്ത് ഡിഫറൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് ആ C എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ C എന്ന് പറയുന്ന ഗ്ലാസ് പ്ലേറ്റ് നമ്മളവിടെ അഡീഷണലി വയ്ക്കുന്നത്. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ബീം സ്പ്ലിറ്റർ പോലെയൊക്കെ ആയിരിക്കും, പക്ഷേ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും, കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ട്രാൻസ്മിറ്റിംഗ് ആയിരിക്കും. റിഫ്ലക്റ്റിംഗ് എഫക്ട് അവിടെ ഉണ്ടാവില്ല. നോർമൽ ആയിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയും വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ടി എന്ന് പറയുന്ന ആ ഒരു ടെലസ്കോപ്പിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ഇവിടുത്തെ ഇന്റർഫറൻസ് പാറ്റേൺസ് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസിൽ കണ്ടീഷൻസ് ഉണ്ട്. അതായത് M1 M2 എന്ന് പറയുന്ന മിറേഴ്സിന്റെ അറേഞ്ച്മെന്റ് പോലെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ M2ന്റെ ഒരു വിർച്വൽ ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ വിർച്വൽ ഇമേജ് ഫോം ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺസ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ M2 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് മിറർ ആയിരിക്കും. M1 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, M1 നമുക്ക് എന്ത് സ്ക്രൂസ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഈ ഒരു അപ്പാരറ്റസിൽ നമുക്കൊരു സ്ക്രൂ അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ സ്ക്രൂ തിരിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, M1 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഇതിൽ ഫോം ചെയ്യുന്ന ഇമേജ് കാണിച്ചു തരാം. അപ്പോൾ ഇത് M1 എന്ന് പറയുന്ന മിറർ ആൻഡ് ഇത് M2 ഡാഷ് എന്ന് പറയുന്ന ആ ഒരു വിർച്വൽ മിറർ. ഓക്കെ, M2 ഡാഷ് എന്ന് പറയുന്ന വിർച്വൽ മിറർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണല്ലോ രണ്ട് പാത്ത് ഡിഫറൻസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇത് ശരിക്കും ഇവിടെ വിർച്വലി ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഒരു S1 എന്ന് പറയുന്ന സോഴ്സ് ആയിട്ടും S2 എന്ന സോഴ്സ് ആയിട്ടും എന്ത് ചെയ്യുകയാണ്, ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫോം ചെയ്ത് പോകുന്ന ലൈറ്റ്, നമുക്ക് കണ്ണിൽ കിട്ടുന്ന ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നിന്ന് വന്ന് തട്ടുന്നത് S1 എന്നൊരു ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ S2 എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് റേസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഈ ലൈറ്റ് റേസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ശരിക്കും നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും ഒറ്റ സോഴ്സേ ഉള്ളൂ, ഒരു സോഴ്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. S1 എന്ന് പറയുന്ന സോഴ്സ് മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. S0 എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു സോഴ്സ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷെ അത് എന്തായി, രണ്ട് സോഴ്സ് ആയിട്ട് എന്ത് ചെയ്തു, അതവിടെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഒരു ഡിഫറൻസ്, ഈ മിറേഴ്സിന്റെ വിർച്വൽ ഇമേജിൽ നോർമൽ ഇമേജിലുള്ള ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ദിസ് വിൽ ബി 2D. ഓക്കെ, ഇവിടുത്തെ ഡിസ്റ്റൻസ് അവിടെ 2D ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ആ ഒരു പാത്ത് ഡിഫറൻസ് നമുക്ക് 2D cos തീറ്റ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, 2D cos തീറ്റ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റേസ് വിൽ സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ 2D cos theta is equal to n lambda. അങ്ങനെ വരുന്ന കണ്ടീഷൻ എന്തായിരിക്കും, ആ ഒരു കണ്ടീഷനിൽ വരുന്ന ഫ്രിഞ്ചസ് എല്ലാം that will be the bright fringes ആയിരിക്കും. ഓക്കെ, bright. ഇനി അതുപോലെ തന്നെ 2D cos theta is equal to 2D cos theta which is equal to 2n plus 1 lambda by 2. Okay, 2n plus 1 lambda by 2 എന്തായിരിക്കും, that will be of the dark condition. Okay, അതെല്ലാം ഡാർക്ക് ഫ്രിഞ്ചസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ആ ഒരു ഇമേജസ് ഫോം ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഫോം ചെയ്ത് വരുന്ന സാധാരണ സർക്കുലർ ഫ്രിഞ്ചസ് വരാം, അതുപോലെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്ട്രൈറ്റ് ലൈൻ ഫ്രിഞ്ചസ് വരാം. അതായത് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ നമ്മുടെ M1ന്റെയും M2 മിറേഴ്സ്, M1 ഉം M2 ഡാഷ് മിറേഴ്സിന്റെയും അറേഞ്ച്മെന്റ് പോലെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ കിട്ടുന്ന ഫ്രിഞ്ചസ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ വയ്ക്കുന്നതിൽ M1 ഉം M2 ഉം കറക്റ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഓക്കെ, M1 ഉം M2 അവിടെ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എ ഹൈഡിഞ്ചർ ഫ്രിഞ്ചസ്. ഓക്കെ, ദ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ, അതിനാണ് എന്ത് പറയുന്നത്, ഹൈഡിഞ്ചസ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യും, ഒരു സർക്കുലർ ഫ്രിഞ്ചസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ ഫോം ചെയ്ത് വരുന്നത്. ഓക്കെ, M1 M2 എന്ത് ചെയ്യണം, കറക്റ്റ് അവിടെ ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ്, ഇത് M1 ആയിരിക്കും, ഇത് അവിടുത്തെ M2 ആയിരിക്കും. അത് നമുക്ക് കിട്ടുന്ന ഫ്രിഞ്ചസ് സർക്കുലർ ഫ്രിഞ്ചസ് കിട്ടും. അല്ലെ എന്ത് പറയാം, ദാറ്റ് ആർ കോൾഡ് ഹൈഡിഞ്ചസ് ഫ്രിഞ്ചസ് ഓർ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ വരുന്നത് നമുക്കിവിടെ M1 M2 വേറെ കണ്ടീഷൻ, ഒരു ഇൻക്ലിനേഷനിൽ വരാം. ഓക്കെ, M1 M2, ഇതിപ്പോ M1 ആണ്, ഇത് M2 ഡാഷ് ആണ്. ഓക്കെ, M2 ഡാഷ് ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഇങ്ങനെ വരുന്നതിൽ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസ് എല്ലാം ഇങ്ങനത്തെ സ്ട്രിപ്സ് പോലത്തെ സ്ട്രൈറ്റ് ലൈൻ ഫ്രിഞ്ചസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഒരു അറ്റ് ആൻ ആംഗിളിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ M1 ഈ ഒരു രീതിയിലും, ഓക്കെ, M1 ഈ ഒരു രീതിയിലും M2 ഡാഷ് ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു ആർക്ക് ഫോമിലുള്ള റിംഗ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ M1 ഇങ്ങനെ വരുന്നു, അടുത്ത M2 ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ തിരിച്ചുള്ള ആർക്ക് ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്
ഫ്രിഞ്ചസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളടുത്ത് ആ മിറേഴ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് പോലെയാണ് എന്ത് ചെയ്യുന്നത് ഫ്രിഞ്ചസ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന്റെ ഒരു തിയറി പാർട്ടിൽ നോക്കേണ്ടത്. അപ്പോൾ ആ ഡെറിവേഷനിൽ നിങ്ങൾ അവിടെ അതിന്റെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇക്വേഷൻസ്, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് എഴുതുക. 2d cos θ അത് വരുന്ന ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ n ലാംഡ വന്നതിന് ബ്രൈറ്റ് ഫ്രിഞ്ചസും 2n+1 λ/2 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് ദാറ്റ് വിൽ ബി ഓഫ് ദ ഡാർക്ക് ഫ്രിഞ്ചസ് വരയ്ക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ ഒക്കെ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യുക. രണ്ടാമത്തത് എന്താണ്, ദാറ്റ് ഈസ് വി ക്യാൻ യൂസ് ടു ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ് ലെങ്ത്. ക്ലോസ്ഡ് ആയിട്ട് ഈ രണ്ട് വേവ് ലെങ്തുകളുടെ ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നമ്മൾ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഈ ഒരു M1 എന്ന മിറർ ശരിക്കും ഒരു മൊബിലിറ്റി ഉള്ള മിററാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രൂവിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഇതിനകത്തുള്ള ഓരോ സ്പോട്ട് ഇങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, ഓരോ ഓൾട്ടർനേറ്റ് ഡാർക്ക് ബ്രൈറ്റ് ബാൻഡ്സ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ ഒരു റൊട്ടേഷൻ, അതായത് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ നമ്പർ ഓഫ് സർക്കിൾസ് കൗണ്ട് ചെയ്യും. അപ്പോൾ അത് കൗണ്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിലോട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് ദ സ്റ്റെപ്സ് ടു ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് എ മോണോക്രോമാറ്റിക് ലൈറ്റ്. ഓക്കെ, lambda of monochromatic light. ഓക്കെ, മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് M1 എന്ന് പറയുന്ന മിററും M2 എന്ന മിററും നമ്മൾ എന്ത് ചെയ്യും, സർക്കുലർ ഫ്രിഞ്ചസ് കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫ്രിഞ്ചസ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് വി ആർ അറേഞ്ചിങ് ദ അപ്പാരറ്റസ് ടു ഗെറ്റ് എ സർക്കുലർ ഫ്രിഞ്ചസ്. ഓക്കെ, M1 M2 അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഒരു എക്സാക്ട് സർക്കുലർ ഫ്രിഞ്ചസ് കിട്ടുന്ന രീതിയിൽ ആക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഇഫ് ദ ടു മിറേഴ്സ് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ പ്ലേറ്റ് എ എന്ന് പറയുന്ന പ്ലേറ്റിൽ നിന്നും രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഫീൽഡ് ഓഫ് വ്യൂ എന്തായിരിക്കും, ഒരു ഡാർക്ക് ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്ന പ്ലേറ്റ് വയ്ക്കുന്ന ബീം സ്പ്ലിറ്റർ ഉണ്ടല്ലോ, അതാണ് എ എന്ന് പറയുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കണം, ഇക്വൽ ഡിസ്റ്റൻസ് ആവുന്ന സമയത്ത് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എ ഡാർക്ക് സ്ഥലം അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. Then the mirror M2 is fixed and M1 is rotated by counting the number of fringes crossing the field of view. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, M2 അവിടെ മൊബിലിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു മിററാണ്, M1ലാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്കൊരു മൊബിലിറ്റി വരുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് M1 എന്ത് ചെയ്യും, അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ക്രൂസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ സ്ക്രൂസ് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ സൈഡിൽ ആ സ്ക്രൂ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ വെർനിയർ ആ ഒരു കംപ്ലീറ്റ് അപ്പാരറ്റസ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മൂവ്മെന്റ് നമ്മൾ സ്ക്രൂ ഇവിടെ കറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഈ M1 അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ഡയറക്ഷനിലോട്ട്. അപ്പോൾ എത്രത്തോളം മൂവ് ചെയ്യുന്നോ അത്രത്തോളം റിങ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ അകത്തോട്ട് വേൾ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, ആദ്യം ഒരു റിംഗ് ഇങ്ങനെ ഫോം ചെയ്യും, അത് ചെറുതായിട്ട് പോകും, അടുത്ത് വീണ്ടും ഒരു റിംഗ് ഫോം ചെയ്യും, അതിന് ഒരു വേളിംഗ് എഫക്റ്റ് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ എത്ര ഫ്രിഞ്ചസ് ആണ് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം, M1 റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ക്രോസിംഗ് ദ ഫീൽഡ് ഓഫ് വ്യൂ നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു M1 എന്ന് പറയുന്ന മിറർ, ഓക്കെ, M1 എന്ന മിറർ, M2 ഫിക്സഡ് ആണ്, മൂവ്മെന്റ് ഇല്ല. M1 എന്ന് പറയുന്ന മിറർ നമ്മൾ എന്ത് ചെയ്യും, എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. ഓക്കെ, ഫോർ n നമ്പർ ഓഫ് ദ ഫ്രിഞ്ചസ്. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ N നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എന്ത് ചെയ്യും, അവിടെ ക്രോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് x ഈക്വൽ ടു n lambda by 2. Okay, x equal to n lambda by 2. n എന്ന് വെച്ചാൽ എന്താണ്, which is the total number of the fringes crossed. എത്ര നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണ് ക്രോസ് ചെയ്തത്, അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ലാംഡ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. That is, this is because one of the fringes cross the field of view. Mirror must be moved through distance lambda by 2. അപ്പോൾ നമ്മൾ ഇത്രയും പ്രാവശ്യം ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ലാംഡ ബൈ 2 ആയിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് അവിടെ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു 2x by n. ഓക്കെ, മനസ്സിലായി. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ആ ഒരു റിങ്സ്, എത്ര റിങ്സ് അവിടെ ക്രോസ് ചെയ്ത് പോകുന്നു, നമ്പർ ഓഫ് ഫ്രിഞ്ചസ്. റിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രിഞ്ചസ് ആണ്. ഓക്കെ, ഒരു സർക്കുലർ രീതിയിലേ പോകുന്നത്, അപ്പോൾ അതാണ് ഈ റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വേളിംഗ് എഫക്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, റൊട്ടേറ്റ് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ അകത്തോട്ട് കയറി പോകുന്ന പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് അവിടെ n എന്ന് പറയുന്നത്. പിന്നെ x എന്ന് വെച്ചാൽ മിറർ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും അറിയാൻ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ലാംഡ എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററിൽ എന്ത് ചെയ്യുന്നത്, തന്നിട്ടുള്ള മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ ലാംഡ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എസ് ചോദിക്കുന്നത് ആദ്യം മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്തെന്ന് എഴുതുക, ദെൻ അതിന്റെ ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കുക. നമുക്കിവിടെ ലാംഡ ഡിറ്റർമിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണോ, അതോ ഇനി അടുത്ത് പറയാൻ പോകുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണോ, എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക.
ഇനി ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് ഒരു പ്രൊസീജിയർ ആണ് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ രണ്ട് വേവ് ലെങ്ത് ഇപ്പൊ λ1 λ2 രണ്ട് വേവ് ലെങ്ത് ഉണ്ട് അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇതിനായിട്ടും ഇവിടെ ഒരു ഈച്ച് വേവ് ലെങ്ത് എന്ത് ചെയ്യും അവരുടെ രീതിയിലുള്ള ഫ്രിഞ്ചസ് ആയിരിക്കും ഫോം ചെയ്യും ഇപ്പോൾ λ1 ഒരു വേവ് ലെങ്ത് ഒരു ഫ്രിഞ്ചസ് ഫോം ചെയ്യും λ2 എന്ത് ചെയ്യും അവിടെ ഒരു ഫ്രിഞ്ചസ് ഫോം ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ M1 എന്ന് പറയുന്ന മിററിനെ ഓക്കെ മനസ്സിലായോ λ1 λ2 രണ്ട് വേവ് ലെങ്ത് ആണ് അപ്പോൾ രണ്ട് വേവ് ലെങ്ത് വന്നു കഴിഞ്ഞാൽ അവരുടേതായ രീതിയിൽ എന്ത് ചെയ്യും അവർ ഫ്രിഞ്ചസ് അവിടെ ഫോം ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഈ M1 എന്ന് പറയുന്ന മിറർ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന λ1ന്റെയും λ2ന്റെയും ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് ഓക്കെ ഹെഡിങ് വായിച്ചിടാൻ ടു ഫൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ് ലെങ്ത് വിച്ച് ആർ ക്ലോസ് തൊട്ടടുത്ത് രണ്ട് വേവ് ലെങ്തുകളുടെ ഡിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ M1 എന്ത് ചെയ്യും M1 അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് കിട്ടാറുണ്ട് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടും ഓക്കെ ആ ഒരു M1 അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടും എപ്പോഴാണ് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടുന്നത് ഈ M1 എന്ന് പറയുന്ന λ1 എന്ന് പറയുന്ന വേവ് ലെങ്തിന്റെ ഫ്രിഞ്ചസും അതുപോലെ തന്നെ λ2 എന്ന് പറയുന്ന വേവ് ലെങ്ത് ഫ്രിഞ്ചസും രണ്ടും കോയിൻസിഡൻസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത് അവിടെ മാക്സിമം bright fringes കിട്ടുന്നത് when the mirror M is rotated the bright fringes of one wavelength will coincide with the dark fringes of the other wavelength നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് M1 ആണ് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത് 2 അവിടെ M2 എന്തായിരിക്കും ഫിക്സ്ഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ M1 റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ λ1ന്റെ ഡാർക്ക് റിംഗും λ2ന്റെ ബ്രൈറ്റ്നസ് ആയിട്ട് എന്ത് ചെയ്യും അവിടെ കോയിൻസൈഡ് ചെയ്യും ഓക്കെ that is this position is called maximum in distance എന്ന് പറയും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഫ്രിഞ്ചസിന്റെ ഓക്കെ ഏതെങ്കിലും ഒരു വേവ് ലെങ്തിന്റെ ബ്രൈറ്റ് ഫ്രിഞ്ചും അടുത്തതിന്റെ ഡാർക്ക് ഫ്രിഞ്ചും കൂടി കോയിൻസൈഡ് ചെയ്യുന്ന പ്രോസസ് എന്ത് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് മാക്സിമം ഇൻ ഡിസ്റ്റൻസ് എന്ന് പറയും ഓക്കെ ഇൻ ഡിസ്റ്റൻസ് എന്ന് പറയും ഓക്കെ അടുത്ത എന്ത് ചെയ്യും when the M1 is moved once again the brightness of the nth order coincides with the bright fringes of the N2 okay അപ്പോൾ ഫസ്റ്റ് ടൈമിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു ലാംഡയുടെ ഒന്നാമത്തെ ലാംഡയുടെ ഡാർക്ക്നെസ്സും സെക്കൻഡ് ലാംഡയുടെ ബ്രൈറ്റ്നസ് നമ്മൾ കോയിൻസൈഡ് ചെയ്തു അപ്പൊ അത് നമ്മൾ മാക്സിമം ഇൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു ഓക്കെ ഇനി അടുത്ത ഒരിക്കൽ കൂടി നമ്മൾ സെക്കൻഡ് ടൈമിൽ M2നെ വീണ്ടും M1നെ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് സംഭവിക്കും രണ്ടാമത്തെ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ബ്രൈറ്റ്നസ്സും രണ്ടാമത്തെ ബ്രൈറ്റ്നസ്സും കൂടി എന്ത് ചെയ്യും അവിടെ കോയിൻസൈഡ് ചെയ്യും അപ്പോൾ ആ ഒരു പൊസിഷൻ എന്താ പറയാ മാക്സിമം ഡിസ്റ്റൻസസ് എന്ന് പറയാം ഓക്കെ ഡിസ്റ്റൻസ് എന്ന് പറയും ഓക്കെ മാക്സിമം ഡിസ്റ്റൻസ് ഓക്കെ ഡിസ്റ്റൻസ് എന്ന് പറയും ഓക്കെ ഇത് രണ്ട് കണ്ടീഷൻ അപ്പോൾ ഫസ്റ്റ് M1 മൂവ് ചെയ്യുന്ന സമയത്ത് ലാംഡ ഒന്നാമത്തെ വേവ് ലെങ്തിന്റെ ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാക്സിമം ഇൻ ഡിസ്റ്റൻസസ് എന്ന് പറയും ഇനി ബ്രൈറ്റ്നസും തമ്മിൽ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയും ദാറ്റ് ഈസ് കോൾഡ് മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയും ഓക്കെ അപ്പൊ ഈ ഒരു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്ന അവിടുത്തെ എക്സ് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പൊസിഷൻ ഓഫ് ദ മാക്സിമം ഡിസ്റ്റൻസസ് ഓഫ് ദ ഫ്രിഞ്ചസ് അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഫ്രിഞ്ചസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ മാക്സിമം ഡിസ്റ്റൻസ് കിട്ടുന്ന സമയത്ത് ആ ഒരു കണ്ടീഷൻ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിലേഷൻ ഉണ്ട് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 2x is equal to n1 lambda 1 okay 2x equal to n1 lambda 1 which is equal to n2 lambda 2 okay where ഇവിടെ n1 ഉം n2 എന്ന് പറയുന്ന that are the change in the order at the center of the field of view when the mirror m1 is viewed to a distance d okay ആ field of view ലുള്ള ആ ഒരു ഫ്രിഞ്ചസിന്റെ മൂവ്മെന്റിന്റെ നമ്പർ ആണ് n1 ഉം n2 എന്ന് പറയുന്നത് ഇതിൽ ഈ lambda 1 എന്ന് പറയുന്നത് എന്തായിരിക്കും it should be greater than lambda 2 ആയിരിക്കണം അപ്പോൾ നമ്മൾ lambda 1 ആക്കി എടുക്കുന്നത് എന്തായിരിക്കണം lambda 2 നെ കാട്ടി ഗ്രേറ്റർ ആയിരിക്കണം അപ്പൊ അങ്ങനെ വരുന്ന കഴിഞ്ഞാൽ ഈ n2 ന്റെ ഇക്വേഷൻ ഉണ്ട് n2 is equal to n1 plus 1 ആണ് ഓക്കെ n1 plus 1 ആണ് then we are getting 2x equal ഇതിന്റെ മുകളിലോട്ട് എഴുതുവാണ് 2x equal to n1 lambda 1 which is equal to n1 plus 1 into lambda 2 എന്ന് കിട്ടും ഓക്കെ അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് that is we are getting n1 lambda 1 which is equal to n1 plus 1 into lambda 2 എന്ന് കിട്ടും ഓക്കെ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് നമുക്ക് ആ n1 ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് n1 എടുക്കാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n1 എന്ത് കിട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യുക റീഅറേഞ്ച് ചെയ്യുമ്പോൾ n1 is equal to lambda by 2 divided by lambda 1 minus lambda 2 എന്നായിരിക്കും കിട്ടുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് n1 ന്റെ വാല്യൂ ആയിട്ടുണ്ട് ഇനി n1 ന്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഒരു ഇക്വേഷനിലോട്ട് ഓക്കെ ഈ ഒരു ഇക്വേഷനിലോട്ട് ഈ n1 ന്റെ വാല്യൂ എന്ത് ചെയ്യുക നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഇതിനടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ ഇതിനകത്ത് n1 കിട്ടുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ് ദാറ്റ് ഈസ് 2x is equal to
lambda 1 lambda 2 divided by lambda 1 minus lambda 2, or lambda 1 minus lambda 2, which is equal to lambda 1 by lambda 1 into lambda 2 divided by 2x എന്ന് കിട്ടും. ആൻഡ് ഇപ്പോൾ ഇതിൽ ലാംഡ ബി ഇതായിരിക്കും, ലാംഡ എന്ന് ലാംഡ 1 ലാംഡ നമുക്ക് ഡെൽറ്റ ലാംഡ എടുക്കാമല്ലോ, ചേഞ്ചിനല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻസ്. അപ്പോൾ ഡെൽറ്റ ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ 1 മൈനസ് ലാംഡ 2 ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ബൈ 2x എന്ന് കിട്ടും. ഓക്കെ, ലാംഡ സ്ക്വയർ ബൈ 2x. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു ഡിസ്റ്റൻസ് രണ്ട് ലാംഡ എടുക്കും. ഫോർ എക്സാമ്പിൾ നമുക്കത് മെയിൻലി വരുന്നത് സോഡിയം ഡി ലൈൻസിനാണ്. ഓക്കെ, സോഡിയം ഡി ലൈൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ സോഡിയം ഡി ലൈൻസിന്റെ തൊട്ടടുത്തുള്ള രണ്ട് ലൈൻസിലെ വേവിന്റെ സെപ്പറേഷൻ വന്നിട്ട് 588.99. ഇതാണ് ഒന്നാമത്തെ ലാംഡ. സെക്കൻഡ് ലാംഡ എന്തായിരിക്കും, അവിടെ 589.59. അപ്പൊ ഇത് ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്ററുകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള തീരെയും ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്ററിൽ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ യൂസ് ചെയ്ത് ഇതുപോലത്തെ സ്പെക്ട്രൽ ലൈൻസും ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസും നമുക്ക് എന്ത് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്റർഫറൻസ് ചാപ്റ്ററിൽ കറക്റ്റ് ആയിട്ട് നോക്കുന്ന ടോപ്പിക്സ്. ഈ ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ പല തവണ ചോദിച്ചിട്ടുള്ള എക്സൈ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.